Hello guys, welcome you all. We are continuing about different types of database management system. Today we will discuss the second type, network database model. Type 2, second one, network database model. The first class we have discussed already about hierarchical model. Okay. When compared with the hierarchical database model, the disadvantages we overcome the hierarchical database model develop make the second type database model network database model. A group of interconnected nodes is called a network. This structure allows multiple relationships among data items. Hierarchical model is specific. ഒരു parent node, child node, parent node, child node. Child node ഒരു single parent കാണുന്നു. ഇവിടെ നെറ്റ്വർക്ക് മോഡൽ അങ്ങനെയല്ല. എങ്ങനെ വേണമെങ്കിലും തമ്മിൽ റിലേഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. More general connections among data elements. One data item can be linked up to any number of other data items. Right? ഒരു എത്ര ഐറ്റംസിലേക്ക് നമുക്ക് വേണമെങ്കിലും നമുക്ക് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ ഈ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞത് അത് ഓരോ നോഡും അല്ലെങ്കിൽ ഓരോ റെക്കോർഡും ചിലപ്പോ വിൽ ഹാവ് മൾട്ടിപ്പിൾ പാരന്റ്സ് as well as multiple child records. Multiple parents കാണും, multiple child records കാണും. പക്ഷെ ആ കണക്ഷൻ ലിങ്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യും. Here is a diagrammatic representation of network database model. Prepare agency 1, 2, 3. Okay, prepare agency 1, prepare bill 1. Prepare agency 2, repair bill 2, 3. Agency 3 repair bill 4 and 5. In machine 1, or other machines. Machine 1, machine 2, machine 4, machine. And then our machines pala connections. Machine 3 ki bill 3 item, bill 4 item. Bill 3 ki machine 3 item, 4 item connections. അപ്പോൾ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞത് ഹയറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡലിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇവിടെ നെറ്റ്വർക്ക് മോഡലിൽ മൾട്ടിപ്പിൾ റിലേഷൻസ് ഡാറ്റ ഐറ്റംസ് തമ്മിൽ പോസിബിൾ ആണ്. റൈറ്റ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. നമുക്കതിനെ അബ്രിവേറ്റ് ചെയ്ത് അതിനെ 5 ടൈപ്സിലേക്ക് മാറ്റാം. ഫസ്റ്റ് വൺ, കൺസെപ്ച്വൽ സിംപ്ലിസിറ്റി. ഈ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ് ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് കൃത്യമായിട്ടൊരു പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചർ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. Ability to handle more relationship types. Yes, it can handle one to many and many to many relationships. Data items തമ്മിൽ ഒത്തിരി തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കും. പല മെമ്പേഴ്സ് തമ്മിൽ ഒത്തിരി 1 to 1 അല്ല, 1 to many and many to many. Third one, ease of data access. ഇവിടെ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡല് ഡാറ്റ ആക്സസിംഗ് എന്ന് പറഞ്ഞത് വളരെ ഈസിയാണ്, ഫ്ലെക്സിബിൾ ആണ്. when compared with the hierarchical database model. കൃത്യമായിട്ട് നമുക്ക് ആ പാരന്റ് നോഡ് വഴി അതിന്റെ കറസ്പോണ്ടിങ് ചൈൽഡ് നോഡിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. ഈസ് ഓഫ് ഡാറ്റ ആക്സസ്. ഫോർത്ത്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. It is easy to isolating the programs from the complex physical storage details. ഒരു
കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്, പല കണക്ഷൻസ് ഉണ്ട് ഡാറ്റ നോഡുകൾ തമ്മിൽ, ഒക്കെ ശരിയാണ്. ബട്ട് നമുക്ക് ഡാറ്റയെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിനും. ഡാറ്റ ഇന്റഗ്രിറ്റി, ഫിഫ്ത് വൺ. ഈ നെറ്റ്വർക്ക് മോഡൽ does not allow a member to exit without an owner. നമുക്കൊരു പാരന്റ് നോഡിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഒരു റൂട്ട് നോഡിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കില്ല. ത്രൂ പാരന്റ് നോഡിലൂടെ മാത്രമേ റൂട്ട് നോഡിലേക്ക് പോകാനും പറ്റുള്ളൂ, നെറ്റ്വർക്ക് മോഡലായാലും ഹൈറാർക്കിക്കൽ മോഡലായാലും. സോ ഇറ്റ് അലൗസ് ദ ഡാറ്റ ഇന്റഗ്രിറ്റി. ഒത്തിരി ഡാറ്റ നോഡ്സുകളുണ്ട്, റൂട്ട് നോഡുകളുണ്ട്, പാരന്റ് നോഡുകൾ. ഒരു ചൈൽഡ് നോഡിന് ഡിഫറെന്റ് പാരന്റ് നോഡ്സ് കാണും. മെനി ടു മെനി, വൺ ടു മെനി റിലേഷൻഷിപ്സ് ഉണ്ട് നോഡുകൾ തമ്മിൽ. ഒക്കെ ശരി തന്നെയാണെങ്കിലും ദ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ അലൗസ് ഡാറ്റ ഇന്റഗ്രിറ്റി. These five all are the main advantages of network database model. നമുക്കതിന് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺസെപ്ച്വൽ സിംപ്ലിസിറ്റി, capable to handle more relationship types, ease of data access, data independence and data integrity. ഇതൊക്കെ ഏത് ഗുണങ്ങൾ ഏത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലായാലും വേണ്ടതാണ്. അപ്പൊ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ഗുഡ് ടൈപ്പ് ഡാറ്റാബേസ് മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ഇറ്റ് ഓവർകംസ് ദ മെനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ. ഓക്കെ, വാട്ട് എവർ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും there is also disadvantages. കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ. ഫസ്റ്റ് വൺ ഇസ് ദ സിസ്റ്റം കോംപ്ലക്സിറ്റി. Here all the records are maintained using pointers. Pointer concept, സിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോയിന്റർ കൺസെപ്റ്റ്. പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ആക്സസിങ് നടക്കുന്നത്. പോയിന്റേഴ്സ് ഡിഫൈൻ ചെയ്യാനും കോൾ ചെയ്യാനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. Right. Second one, operational anomalies. Operational anomalies. Operational anomalies means the insertion, deletion and updating operations of any record require large number of pointers adjustments. ഒരു ഓപ്പറേഷൻ നടത്തണം, അതായത് ഒരു നോഡിൽ നമുക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണം ഡാറ്റ, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ നോഡ് ഡിലീറ്റ് ചെയ്യണം. എന്ത് ഓപ്പറേഷൻ ആയാലും ഇൻ എ റെക്കോർഡ് ഇൻ എ നെറ്റ്വർക്ക് മോഡൽ ആ പോയിന്റർ ബേസ്ഡ് ആണ് സ്ട്രക്ചർ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റർ ബേസ്ഡ് ആയതുകൊണ്ട് ഈ ഡാറ്റാബേസ് അപ്ഡേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലാർജ് നമ്പർ ഓഫ് പോയിന്റർ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്തെങ്കിലും ഒരു ഈ നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ ഒരു റെക്കോർഡിൽ അല്ലെങ്കിൽ ഒരു നോഡിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട്. This is another disadvantage, operational anomalies. And third one, absence of structural independence. Structural changes to the database is very difficult. Structural independence illa network database model. അതായത് ടോട്ടൽ സ്ട്രക്ചറിൽ നമുക്കൊരു
ചേഞ്ചസ് വരുത്താനായിട്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഇമ്പോസിബിൾ, സാധിക്കില്ല. So these three are the major disadvantages of network database model: system complexity, operational anomalies, and absence of structural independence. Advantages ഉണ്ട്: conceptual simplicity, capable to handle more relationship types, ease of data access, data independence, data integrity. So database management system types le second one on the network database model. I think the second type database model on the network database model. When compared with the hierarchical database model, this network database model has lots of features and additional advantages are there. Sure, no doubt about it. But ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പോയിന്റർ ബേസ്ഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട്, സ്ട്രക്ചർ ആയതുകൊണ്ട് ചേഞ്ചസും വരുത്താനും ഒക്കെ കോംപ്ലക്സിറ്റി ഉണ്ട്. നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റിച്ച് റിലേഷൻഷിപ്പ് പോസിബിൾ ആണ്. 1 to many and many to many റിലേഷൻഷിപ്പ് ഈസ് പോസിബിൾ. ഒരേ ചൈൽഡ് നോഡിന് ഡിഫറെന്റ് പാരന്റ് നോഡ് ആവാം. ഒരേ റെക്കോർഡിന് ഡിഫറെന്റ് പാരന്റ് നോഡിന് കീഴിലുള്ള റെക്കോർഡ്സ് ആയിട്ട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അങ്ങനെ 1 to many and many to many റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം യൂസിങ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ. This is a diagrammatic representation of network database model. Repair agency 2 കണ്ടോ, ഒരു പാരന്റ് നോഡിൽ തന്നെ 2 ചൈൽഡ് നോഡിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. റിപ്പയർ ബിൽ 2 ബിൽ 3ലേക്ക്. അതുപോലെ ബിൽ 3ക്ക് മെഷീൻ 3 മെഷീൻ 4, ബിൽ 3 is related with the machine 3 and machine 4. അങ്ങനെ ഒരേ റെക്കോർഡിന് ഡിഫറെന്റ് റെക്കോർഡ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോസിബിൾ ആണ്. 1 to many and many to many റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം യൂസിങ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ. വൈഡ്ലി ജനറലി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മോഡലാണ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. Conceptual simplicity, capable to handle more relationship types, ease of data access, data independence, data integrity. This data independence, data integrity വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. Okay, so that's all about network database model. I am hereby concluding.